നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യം വിജിലൻസ് ഡയറക്ടർ തള്ളി. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് നീക്കം. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ. അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയാൽ അത് ഉദ്യോഗസ്ഥർക്കിടയിൽ കലാപത്തിന് കാരണമാകും. എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടതോടെയാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് അപ്രിയനായത്. സിവിൽ സർവീസുകാരോട് കളിച്ചാൽ അവർ സർക്കാരിനെ തള്ളിയിടും. ജനവിരുദ്ധ തീരുമാനങ്ങൾ എടുത്ത് അവർ സർക്കാരിനെ ജനവിരുദ്ധരാക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവഗണിച്ച് സ്വന്തം പ്രസംഗം തയ്യാറാക്കുന്ന അജിത് കുമാറിന്റെ ചിത്രം മനോരമ പുറത്തുവിട്ടിട്ടും പിണറായിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരാനാണ് യോഗേഷ് ഗുപ്ത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടത്തിയ അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കമാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ആണ് അന്വേഷണം നടത്തിയത്. വ്യക്തത ആവശ്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ മടക്കി അയച്ചതായാണ് വിവരങ്ങൾ. അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ലെന്നും അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയത്. കവടിയാറിലെ വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്ന് അജിത് കുമാർ 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ച് കുറവൻകോണത്ത് വിറ്റു എന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമുള്ള ആരോപണം ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം വായ്പയെടുത്തു. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016 വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുമായിരുന്നു മറ്റൊരാരോപണം. എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചനകൾ. എന്നാൽ ഇതൊന്നും യോഗേഷ് ഗുപ്തയ്ക്ക് പെട്ടെന്ന് ദഹിക്കുന്നില്ല എന്നതാണ് വിഷയം. സത്യസന്ധതയ്ക്ക് പേരുകേട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാരുമായി ഇടഞ്ഞ് കേരളം വിട്ട യോഗേഷ് ഗുപ്ത അടുത്ത കാലത്താണ് കേരളത്തിൽ മടങ്ങിയെത്തിയത്. നഷ്ടത്തിലേക്ക് നീങ്ങിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് നയിച്ചയാളാണ് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്ത. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ CMD ആയാണ് അദ്ദേഹം കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം ചുമതലയേറ്റത്. 2013 IG ആയിരിക്കെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയ യോഗേഷ് ഗുപ്ത കൊൽക്കത്തയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അഡീഷണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. 2006-11 കാലത്ത് 600 കോടി നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ നഷ്ടത്തിൽ നിന്ന് തുടർച്ചയായി 3 വർഷം ലാഭത്തിലാക്കിയ യോഗേഷ് ഗുപ്തയെ 2011 UDF സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MD ആയി നിയമിച്ചിരുന്നു. നഷ്ടത്തിലായിരുന്ന KFCയെ പ്രൊഫഷണൽ രീതിയിലേക്ക് വളർത്തിയെടുത്തത് യോഗേഷ് ഗുപ്തയാണ്. സ്റ്റാർട്ടപ്പുകൾക്കുള്ള വായ്പാ പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആദ്യമായി കോർപ്പറേഷനെ 200 കോടി ലാഭത്തിലും എത്തിച്ചു. എന്നാൽ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ സർക്കാരിന്റെ ഇടപെടലുകളെ എതിർത്തതിനെ തുടർന്ന് UDF സർക്കാരുമായി ഇടഞ്ഞാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. വിവാദമായ ശാരദാ ചിട്ടി നിക്ഷേപ തട്ടിപ്പ്
സീഷോർ നിക്ഷേപ തട്ടിപ്പ്, ബേസിൽ ഇന്റർനാഷണൽ തുടങ്ങിയ പ്രമാദമായ നിക്ഷേപ തട്ടിപ്പ് കേസുകൾ അന്വേഷിച്ച് 7000 കോടി രൂപയാണ് യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയത്. 50 കോടി രൂപയുടെ നാരദ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിച്ചതും യോഗേഷ് ഗുപ്തയായിരുന്നു. 12 കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട 10,000 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ മേൽനോട്ടവും യോഗേഷ് ഗുപ്തയ്ക്കായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒറീസയിലെ അനധികൃത ഇരുമ്പയിര് മാംഗനീസ് ഖനന കേസുകളുടെ അന്വേഷണ ചുമതലയും വഹിച്ചു. 2001 മുതൽ 2006 വരെ CBIയിൽ പ്രവർത്തിച്ച യോഗേഷ് ഗുപ്ത ഖേദൻ പരേഖ് ഓഹരി തട്ടിപ്പ് കേസ് ഉൾപ്പെടെ നിരവധി തട്ടിപ്പ് കേസുകൾ അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് യോഗേഷ് ഗുപ്ത ബിവറേജസ് കോർപ്പറേഷൻ MD ആയിരിക്കെയാണ് കോർപ്പറേഷൻ വിറ്റുവരവിൽ ഗണ്യമായ വർധനയുണ്ടായത്. അതേ സ്ഥാനത്തേക്കാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ADGP പദവിയിലിരിക്കെ യോഗേഷ് ഗുപ്ത തിരിച്ചെത്തിയത്. 1993 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം തിരുവനന്തപുരം, കൊല്ലം റൂറൽ SP ആയും ഇന്റലിജൻസ്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, പോലീസ് ആസ്ഥാനം, റോഡ് സുരക്ഷ എന്നിവയുടെ ചുമതലയുള്ള IG ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. യോഗേഷ് ഗുപ്തയെ അനുനയിപ്പിക്കാൻ സർക്കാരിന്റെ കയ്യിൽ മരുന്നുകളൊന്നുമില്ല. അനുനയം എന്നാൽ തലസ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് മാത്രമാണ്. അജിത് കുമാറിന് വേണ്ടി മാറ്റിയാൽ അത് വൻ വിവാദങ്ങൾക്ക് കാരണമാകും. അതിനാൽ അതിനും കഴിയില്ല. N. പ്രശാന്ത് IASുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് സർക്കാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ പൂർണ്ണമായും തെറ്റിയത്. പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിലാണ് അശോകിനെ മാറ്റിയത്. IASലെ ചേരിപ്പോരിന് സമാനമാണ് IPSലെ ചേരിപ്പോരും. IASൽ ജയതിലക് ആണെങ്കിൽ KPSൽ സർക്കാരിന്റെ വിശ്വസ്തൻ അജിത് കുമാറാണ്. B. അശോകിനെ കൃഷി വകുപ്പിൽ നിന്നും മാറ്റി തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ്. മന്ത്രിസഭയിൽ വിഷയം എത്തിയപ്പോഴാണ് മന്ത്രി അറിയുന്നത്. കൃഷി വകുപ്പിൽ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറിയെ മാറ്റിയതിൽ മന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. സെക്രട്ടറിയെ മാറ്റുന്ന കാര്യം കൃഷിമന്ത്രിയുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിനാൽ നീക്കത്തെ തടയാനും കഴിയില്ല. കാരണം കൃഷിമന്ത്രി CPI-കാരനാണ്. ലോകബാങ്കിന്റെ 2650 കോടിയുടെ പദ്ധതിക്ക് വേണ്ടി മുൻകൈയെടുത്ത അശോക് ആ തുകയുടെ ആദ്യ ഗഡു ലഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് വകുപ്പിൽ നിന്ന് പോകുന്നത്. കൃഷിക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്ന ഫാർമേഴ്സ് രജിസ്റ്റർ പദ്ധതിയും അശോകിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി തുടങ്ങി. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളിൽ നിന്ന് മാറ്റിയാണ് അശോകിനെ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത്. IAS ഉദ്യോഗസ്ഥർ പ്രകടമായും 2 ചേരിയിലായി. സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും എന്നിങ്ങനെയാണ് 2 വിഭാഗങ്ങളെന്നാണ് അസോസിയേഷനിലെ അടക്കം പറച്ചിൽ. സർക്കാരിനൊപ്പം നിൽക്കുന്നവർക്ക് സുപ്രധാന പദവികളെല്ലാം കിട്ടുന്നു. 6 വർഷത്തിനിടെ 2 വർഷം പദവിയിൽ തുടർന്ന IAS ഉദ്യോഗസ്ഥർ 17 പേർ മാത്രമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അശോകിന്റെ സ്ഥാനചലനവും സർക്കാരിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണെന്ന് പറയുന്നു. ഡെപ്യൂട്ടേഷനിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ അവരുടെ അനുവാദം കൂടി വാങ്ങണം. അശോകിന്റെ അനുവാദം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്യാതെയായിരുന്നു കൃഷി വകുപ്പിൽ നിന്നുള്ള മാറ്റം. ഇക്കാര്യത്തിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാനും അശോക് നീങ്ങുന്നതായി സൂചനയുണ്ട്. തൽക്കാലം അദ്ദേഹം തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചുമതല ഏറ്റെടുത്തേക്കില്ല. ഇതുവരെ രൂപീകരിക്കുകയോ പരിഗണന വിഷയങ്ങളോ ഇല്ലാത്ത കമ്മീഷൻ തലപ്പത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം പകപോക്കലാണെന്നും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പിണറായിയുടെ കയ്യിലെ കളിപ്പാവയെ പോലെ പ്രവർത്തിക്കുകയാണെന്ന ആക്ഷേപമുണ്ട്. ഇതിനിടയിൽ വിജിലൻസ് ഡയറക്ടറെ മാറ്റിയാൽ അതും വിവാദമാകും. ധനസെക്രട്ടറി ജയതിലകിനെതിരെയാണ് കാര്യങ്ങൾ ഒരു വശത്ത് നീങ്ങുന്നത്. ജയതിലകും പ്രശാന്തും തമ്മിലാണ് യുദ്ധം മുറുകുന്നത്. അതുപോലെ അജിത് കുമാറും DGP ദർവേഷ് സാഹിബും കലഹത്തിലാണ്. യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ളവർ ദർവേഷ് സാഹിബിന്റെ വിശ്വസ്തരാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പുല്ലുവില കിട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.